എല്ലാവരും നാളെ നോമ്പ് നോക്കാൻ വേണ്ടി തീരുമാനിച്ചവരായിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ നോമ്പെടുക്കണം എല്ലാവരും. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 9ന്റെ അന്നുള്ള നോമ്പ്, ദുൽഹിജ്ജ 9ന്റെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്ത് നാളെ എല്ലാവരും നോമ്പെടുക്കണം. നാളത്തെ നോമ്പിന് വലിയ കൂലിയാണ്. 2 വർഷക്കാലം ഇബാദത്തെടുത്ത കൂലിയാണ്, നോമ്പെടുത്ത കൂലിയാണ്. മാഷാ അല്ലാഹ്, അങ്ങനെയുള്ള വലിയ ഒരു പുണ്യമുള്ള നോമ്പാണ് നാളത്തെ നോമ്പ്. അതുകൊണ്ട് ദുൽഹിജ്ജ 9ന്റെ നോമ്പ് ആരും നഷ്ടപ്പെടുത്തരുത്. നാളെ വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നാളിന്റെ രാവാണ്. അതുകൊണ്ട് തന്നെ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ UAE, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ എല്ലാ GCC രാജ്യങ്ങളിലെയും അടക്കമുള്ള നാളെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ മദനിയും കുടുംബങ്ങൾക്കും മദനിയും കുടുംബത്തിന്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈദ് മുബാറക്, ഈദുക്കും മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അൽ അമല സ്വാലിഹ്. നല്ല റാഹത്തോടെ പെരുന്നാൾ ആഘോഷിക്കണം. ഉളുഹിയ്യത്ത് അറുക്കുന്നവരുണ്ടാകും നാളെ ഇൻഷാ അല്ലാഹ്. മറ്റന്നാളും അതിന്റെ പിറ്റന്നാളുമൊക്കെ ഉളുഹിയ്യത്ത് അറുക്കാൻ കരുതിയവരുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. ഇന്ന് ഉളുഹിയ്യത്തിന് നിയ്യത്ത് വെച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. അറുക്കുന്ന സമയത്ത് ഇനി കൊണ്ടുവന്ന് ഉളുഹിയ്യത്തിന്റെ അടുത്ത് നേരത്തെ നിയ്യത്ത് വെക്കണം, അങ്ങനെയൊന്നുമില്ല. നിയ്യത്ത് വെച്ചാൽ നല്ലതാണ്. ഇനി അങ്ങനെ നിയ്യത്തൊന്നും വെക്കുന്നില്ല, അയാൾ പെട്ടെന്നായാണ് അയാൾക്കൊരു കാശ് കിട്ടിയത്, അപ്പൊ അയാൾക്കൊരു ഉളുഹിയ്യത്ത് അറുക്കണമെന്ന് തോന്നി, എന്നാൽ അറുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. അത് ദുൽഹിജ്ജ 1 തന്നെ കരുതണം എന്നൊന്നും നിയമമില്ല. ഇന്നലെ ഒരു സഹോദരി അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഒരു സംശയം ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഉളുഹിയ്യത്ത് അറുക്കാൻ അങ്ങനെ നേരത്തെ തന്നെ നിശ്ചയിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, ഇപ്പം നാളെ പെരുന്നാളിൻ്റെ അന്ന് മറ്റന്നാളൊക്കെ പൈസ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു ഉരുവിനെ കിട്ടുമെങ്കിൽ, അറുക്കാനുള്ളതിനെ കിട്ടുമെങ്കിൽ അതിനൊക്കെ അറുക്കുക. ഇനി ഒരു ആടിനെ അറുക്കാൻ പറ്റുമെങ്കിൽ ആടിനെ അറുക്കുക. അതില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കോഴീനെങ്കിൽ അറുക്കുക. അതും സുന്നത്താണ്. ഒന്നിനും കഴിയാത്തവര് ഒരു കോഴിയെങ്കിൽ അറുത്തുകൊണ്ട് ആ മഹാ ഉദ്യമത്തിൽ, ആ മഹാ സദുദ്യമത്തിൽ എല്ലാവരും ഭാഗവാക്കാകുക. വലിയ പുണ്യമുള്ള ഒരു അമലാണ്. അള്ളാഹുവിൻ്റെ മേൽ അറുക്കപ്പെടുന്ന ഒരു അറവാണത്. അതുകൊണ്ട് തന്നെ ആ അറവിന് വലിയ പ്രത്യേകതകളുണ്ട്. ഉളുഹിയ്യത്ത് എന്ന് മുത്തലക്കൻ കരുതിയാൽ അത് മുഴുവനും അതിൻ്റെ മാംസം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു മസ്അല കൂടി അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുത്തലക്കൻ ഇതെൻ്റെ ഉളുഹിയ്യത്ത് മൃഗമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉളുഹിയ്യത്ത് അറുക്കുന്നു എന്നൊരാൾ കരുതിയാൽ, അത് മുത്തലക്കൻ അങ്ങനെ തന്നെ ഉളുഹിയ്യത്ത് എന്ന പദത്തിൽ തന്നെ നിർബന്ധമാകൽ ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സുന്നത്തായ ഉളുഹിയ്യത്ത്. അത് അറുക്കുന്ന ആളുകൾ നിർബന്ധമായും ഒരു നിയ്യത്ത് നിർബന്ധമായും വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഷർത്താണ്, നിയ്യത്തുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഏൽപ്പിക്കുന്നവർ ഏൽപ്പിക്കുന്ന സമയത്ത് എൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയാം. അങ്ങനെയൊക്കെയാണത് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ഉളുഹിയ്യത്ത് അറുക്കണം. നാളെ പെരുന്നാളിൻ്റെ രാവാണ്. പെരുന്നാളിന് വേണ്ടിയൊക്കെ എല്ലാവരും തയ്യാറായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിലായിരിക്കും. ഡ്രസ്സൊക്കെ വാങ്ങിയവരുണ്ടാവും, ചെറിയ പെരുന്നാളിന് ഡ്രസ്സൊക്കെ ഒപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെയാണ്. ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വാങ്ങിയ ആ ഡ്രസ്സ് പെരുന്നാളിൻ്റെ അന്ന് മാത്രം ഇട്ട് പിന്നെ നമ്മളത് സൂക്ഷിച്ചു വെക്കും പിന്നീടുള്ള വലിയ പെരുന്നാക്കിടാൻ വേണ്ടി. അങ്ങനെയാണ് പൊതുവെ നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാവൽ. ഇപ്പൊ പിന്നെ എല്ലാവരും സാമ്പത്തികമായി എല്ലാവരും ഉയർന്ന ആളായത് കൊണ്ട് എല്ലാവരും പുതിയ ഡ്രസ്സിനെ വാങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളല്ല, വലിയ പെരുന്നാൾ, ഈദുൽ അക്ബർ. പോരിശ കൊണ്ട് വലിയ പോരിശയുള്ള പെരുന്നാളാണ് ഈദുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പെരുന്നാൾ. റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. എന്നാൽ വലിയ പെരുന്നാൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുന്ന, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുന്ന
ഹാജറ ഉമ്മയെ അനുസ്മരിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു പെരുന്നാളാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ ഒരു ദിവസമല്ല, 4 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. അപ്പൊ അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളൊക്കെ പെരുന്നാളാണ്. ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ ഹറാമാണെന്ന് മാത്രമല്ല, പ്രത്യേകമായി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ പ്രത്യേകം പുണ്യമാണ്, സുന്നത്താണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം, ജീവിതത്തിൽ അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. 3 ദിവസമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇറച്ചിയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ആളുകൾ സൽക്കരിക്കാനും വലിയ പ്രയാസമൊന്നും ഉണ്ടാവൂല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഈ വിശുദ്ധമായ പെരുന്നാൾ ആഘോഷിക്കാനും, നാളെ നമുക്കെല്ലാവർക്കും അറഫയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9ന്റെ നോമ്പാണ്, വളരെ പുണ്യമേറിയ നോമ്പാണ്. ആ നോമ്പ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കണം. നാളെ വെള്ളിയാഴ്ചയാണ്, വളരെ പുണ്യമായ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം വളരെ ഭംഗിയോടുകൂടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ അറഫയും കഴിഞ്ഞ് എല്ലാവരും മുസ്ദലിഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി മുസ്ദലിഫയിൽ താമസിക്കുകയാണ് എല്ലാവരും. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മയമാണ് മുസ്ദലിഫയിൽ രാപ്പാർക്കുക, മബീത്താക്കുക എന്നത്. അങ്ങനെ ഇന്നത്തെ രാത്രി ഒരുപാട് ആളുകൾ അവിടെ രാപ്പാർക്കണം നിയമം നിർബന്ധമില്ല. ഒന്ന് ആ അറഫയിലും ആ മുസ്ദലിഫയിലും ഒന്ന് പോയാൽ മതി, അല്ലെങ്കിൽ മുസ്ദലിഫയിൽ ഒന്ന് അല്പസമയം നിന്നാലും മതി. അതുകൊണ്ട് ചിലരെന്ത് ചെയ്യും, നല്ല തിരക്കാണ്, മുസ്ദലിഫയിൽ നിൽക്കൂല, ബസ്സിലൂടെ ഇങ്ങനെ പോകും. ബസ്സിലൂടെ പോയാൽ തന്നെ മതി. ബസ്സിലൂടെ മുസ്ദലിഫയിലൂടെ ഇങ്ങനെ വിട്ടുകിടന്നാൽ തന്നെ അൽഹംദുലില്ലാ മുസ്ദലിഫയിൽ രാപ്പാർത്തു എന്ന ആ കൂലി കിട്ടും. രാത്രി മഗ്രിബിന് ശേഷം സുബഹിന്റെ മുമ്പുള്ള സമയത്താകണമെന്ന് മാത്രം. അള്ളാഹിന്റെ റസൂല് സുബഹി വരെ അവിടെ താമസിച്ച് സുബഹി നിസ്കാരം നിർവഹിച്ച് അങ്ങനെ അള്ളാഹിന്റെ റസൂല് ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടി പോകുമായിരുന്നു അത്രേ. അതിനാണ് അതിന്റെ സുന്നത്ത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർത്തിരുന്നു. നല്ല റാഹത്തോടെ കുറഞ്ഞ സമയം അവിടെ കിടന്നു. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് അവസാനം അവിടുന്ന് സുബഹി നിസ്കരിച്ചിട്ട് ഒന്നിച്ച് കല്ലെറിയാനുള്ളൊരു പോക്കുണ്ട്. വല്ലാത്തൊരു ഒഴുക്കാണ് ആ ഒഴുക്ക്. ആ ഒഴുക്കിൽ ഇപ്രാവശ്യം ഇല്ലല്ലോ എന്ന വേദന. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്ന് ഇനിയുള്ള ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അറഫയിലോടുകൂടെ വളരെ പ്രധാനപ്പെട്ട ദിവസം കഴിഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ഇനിയാണ്. കല്ലേറിൻ്റെ അടുക്കൽ ശക്തമായ തിരക്കും അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങളുമൊക്കെയായി ക്ഷീണിച്ചവരാണ് ഇനിയുള്ള ദിവസങ്ങൾ. കല്ലെറിയാൻ വേണ്ടി ഇന്നലെ അറഫയിലേക്കുള്ള യാത്രയും അറഫയിലുള്ള താമസവും മുസ്ദലിഫയിലേക്ക് വരവും അങ്ങനെയുള്ള മുസ്ദലിഫയിൽ നിന്ന് കല്ലെറിയാനും ഒക്കെയുള്ള ഈ യാത്രയിൽ അങ്ങ് മനുഷ്യന്മാർ ക്ഷീണിച്ചു പോകും, വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോകും, നടന്നങ്ങോട്ട് ക്ഷീണിച്ചു പോകും, കാലിൻ്റെ അടിയിലുള്ള തൊലിയൊക്കെ ഇളകിപ്പോകും. അങ്ങനെ വല്ലാതെ വിഷമിക്കുന്നൊരു സമയമാണ് ഈ സമയം. അല്ലാഹുവേ, മുഴുവൻ ഹജ്ജാജിമാരെയും മുഴുവൻ മുഅ്തമിരീങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ.